നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ധ്രുവചരിതമെന്ന 17ാമത്തെ ദശകത്തിലെ 6ാമത്തെ ശ്ലോകം. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കുക. താവത്തബോബല നിരുച്ഛ്വസിതേ ദിഗന്തേ ദേവാർത്ഥിതസ്ത്വമുദയത് കരുണാർദ്രചേതാഃ ത്വദ്രൂപജിദ്രസനിലീനമതേ പുരസ്ഥാത് ആവിർബഭൂവിധ വിഭോ ഗരുഡാധിരൂഢഃ. ഇനി ഫസ്റ്റ് ശ്ലോകത്തിലെ പദച്ഛേദം ശ്രദ്ധിക്കുക. താവത് തപോബല നിരുച്ഛ്വസിതേ ദിഗന്തേ ദേവാർത്ഥിതഃ ത്വം ഉദയത് കരുണാർദ്രചേതാഃ ത്വദ്രൂപജിദ്രസനിലീനമതേഃ പുരസ്ഥാത് ആവിർബഭൂവിധ വിഭോ ഗരുഡാധിരൂഢഃ. ഇനി ഇതിൻ്റെ അന്വയം നാം ചർച്ച ചെയ്യാണ്, ശ്രദ്ധിക്കുക. ദിഗന്തേ താവത് തപോബല നിരുച്ഛ്വസിതേ ദേവാർത്ഥിതഃ ത്വം ഉദയത് കരുണാർദ്രചേതാഃ ത്വദ്രൂപജിത് രസനിലീനമതേഃ പുരസ്ഥാത് ഹേ വിഭോ ഗരുഡാധിരൂഢഃ സൻ ആവിർബഭൂവിധ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്. ദിഗന്തങ്ങളെല്ലാം തന്നെ ആ ധ്രുവൻ്റെ അതികഠോരമായ തപശക്തിയാൽ സ്തബ്ധമായിരിക്കുന്ന ആ സമയത്ത്, അല്ലയോ സർവശക്തനായ ഭഗവാനെ, ദേവന്മാരുടെയും മഹർഷിമാരുടെയും അഭ്യർത്ഥന മാനിച്ച് ധ്രുവനെന്ന ആ 5 വയസ്സുള്ള ബാലനിൽ കരുണാർദ്ര ചേതസ്സോടുകൂടിയ അങ്ങയുടെ ദിവ്യരൂപമാകുന്ന ബ്രഹ്മാനന്ദ രസത്തിൽ മുഴുകിക്കഴിയുന്ന ആ ധ്രുവൻ്റെ അടുത്തേക്ക് തൻ്റെ വാഹനമായ ഗരുഡൻ്റെ പുറത്ത് കയറിക്കൊണ്ട് ആ മധുവനത്തിൽ ധ്രുവൻ്റെ സമീപത്തേക്ക് അങ്ങ് എത്തിച്ചേർന്നുവെന്ന് സാരം. നമസ്തേ.